ഹായ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാൾ നിങ്ങളോട് എല്ലാ ദിവസവും നിന്നെ കൊണ്ടിത് പറ്റില്ല, അല്ലെങ്കിൽ നീ യൂസ്ലെസ് ആണ്, നീ ഒന്നും ആയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവോ? അല്ലെങ്കിൽ വേദനയുണ്ടാകുമോ? ഉണ്ടാകും അല്ലേ? ഞാൻ പ്രിയ, കൗൺസിലർ കം സൈക്കോതെറാപ്പിസ്റ്റാണ്, ലൈഫ് കോച്ച് കൂടിയാണ്. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചോദിച്ചത്, നമ്മൾ ഒന്നിനും പോരാത്ത ആളാണ്, അല്ലെങ്കിൽ നമ്മളൊന്നും ആയില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുണ്ടാവും, വേദനയുണ്ടാവും അല്ലേ? അതേ വാക്കുകൾ നിങ്ങളോട് തന്നെ ദിവസവും പറയുന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ ശരീരം അതിനെന്ത് ചെയ്യും എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് ഇതും വെറും ഒരു ചിന്തയാണ് എന്ന് മാത്രമാണ്. പക്ഷേ ന്യൂറോ സയൻസ് പറയുന്നത് ബ്രെയിൻ റിയൽ എക്സ്പീരിയൻസിനെയും ഇമാജിൻഡ് എക്സ്പീരിയൻസിനും, അതായത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന അനുഭവത്തിനും വലിയ വ്യത്യാസം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ്. അതായത് ബ്രെയിൻ സിസ്റ്റം വേർഡ്സിനെ ഒരു ത്രെട്ടായി അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ട് അങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്, അതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എനിക്കിത് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും തെറ്റാണ് ചെയ്യുന്നത്, എനിക്കിതിനോട് എല്ലാത്തിനോടും പേടിയാണ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ അതിനെ തന്നെ ഒരു ത്രെട്ടായി എടുത്തിട്ട് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പോൾ റിപ്പീറ്റഡായിട്ട് നമ്മൾ സെൽഫ് ക്രിറ്റിസിസം ചെയ്യുമ്പോൾ ക്രോണിക് സ്ട്രെസ്സ് നമ്മളിൽ രൂപപ്പെടും. ഓക്കെ, അപ്പോൾ ഇത് അതായത് വേർഡ്സ് ബിക്കം കെമിസ്ട്രി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ന്യൂറോ സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതൊരു ബിലീഫല്ല, ഇതൊരു ബയോളജി തന്നെയാണ്. അതായത് കോർട്ടിസോൾ കൂടുമ്പോൾ ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ നമ്മുടെ ശരീരത്തിൽ കൂടും. അതുപോലെ തന്നെ ഇമ്മ്യൂൺ ഫങ്ഷൻ അഥവാ രോഗപ്രതിരോധ ശേഷി കുറയും. ഹീലിംഗ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രോഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് സുഖപ്പെടുന്നത് വളരെ സ്ലോ ആയിട്ട് മാറും. അപ്പോൾ പോസിറ്റീവായിട്ട് ഒരു കാം ഇമോഷണൽ സ്റ്റേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ കാമായിട്ട് ഇരുത്താനായിട്ട് നമുക്ക് സാധിച്ചാൽ ഈ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. ഹോർമോൺ റിപ്പയറിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ശരീരത്തിൽ നടക്കും. ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യും. ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ആകുമ്പോൾ തന്നെ ഒരുപാട് രോഗങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അതുപോലെ നല്ല ഉറക്കം നമുക്ക് കിട്ടും. അപ്പോൾ വേർഡ്സ്, നമ്മുടെ വാക്കുകൾ ചിന്തയിലേക്ക് പോകും. അല്ലെങ്കിൽ ചിന്തയെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ വാക്കുകളാണ്. ആ വാക്കുകളാണ് ഹോർമോൺസിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും ഓരോ കോശങ്ങളും അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് റിയൽ മെക്കാനിസം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡയറ്റിലോ എക്സസൈസിലോ സപ്ലിമെൻറ്റ്സിലോ ഒക്കെ ആയിരിക്കാം. അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല, അതൊക്കെയാണ്. പക്ഷേ ഇന്നർ സെൽഫ് ടോക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് പുറത്ത് ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടോളറേറ്റ് ചെയ്യുമോ? എന്ന് പറഞ്ഞാൽ നിങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സഹിച്ചു നിൽക്കില്ലല്ലോ. പക്ഷേ നിങ്ങളോട് തന്നെ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിലോ ബോഡിക്ക് അത് ക്വയറ്റ്ലി സഫർ ചെയ്യാനല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരു പിടിക്കായിക ഉണ്ടെങ്കിൽ, നമ്മളെ തന്നെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ അത് ശരീരത്തിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സൃഷ്ടിക്കുക. അപ്പോൾ ഇയേഴ്സ് ഓഫ് ഗിൽട്ട്, അതുപോലെ തന്നെ ഇയേഴ്സ് ഓഫ് സപ്രസ്ഡ് ആങ്കർ, നമ്മൾ ഒളിച്ച് വെച്ചിരിക്കുന്ന, ക്ഷമിച്ച് ഒക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിലെ ദേഷ്യം, അതുപോലെ വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന പേടി, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാൻ പോരാ, ഞാൻ ശരിയല്ല, ഞാൻ ഒന്നിനും മതിയായ ആളല്ല എന്നൊക്കെ ഒരു ഫീലിങ് നമുക്ക് ഉണ്ട് എങ്കിൽ അതാണ് ശരിക്കും ഒരു സൈലൻ്റ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ സ്പിരിച്വലായിട്ട് എല്ലാ മതങ്ങളും തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട് ശരിക്കും. ഈ ജീവനും മരണവും ഒക്കെ നമുക്ക് നാവ് കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ പലപ്പോഴും അത് മറ്റുള്ളവരുടെ നാവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ടാകുന്നു എന്ന രീതിയിലാണ് പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്നുകൂടെ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ തന്നെ വാക്കുകളാണ് നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും ദുഃഖവും ആരോഗ്യവും അനാരോഗ്യവും ഒക്കെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റഡായിട്ട് ആവർത്തിച്ചുണ്ടാകുന്ന ചിന്തകൾ നമ്മുടെ ന്യൂറൽ പാത്ത് വേസിനെ ക്രിയേറ്റ് ചെയ്യും. റിപ്പീറ്റഡായിട്ടുള്ള ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെയാണ്. അതായത് ലജ്ജ, കുറ്റബോധം, പിന്നെ നമ്മൾ മതിയായ ആളല്ല എന്നുള്ള ചിന്തയൊക്കെ, അത്തരം ഇമോഷൻസാണ് നെഗറ്റീവ് ഇമോഷൻസ്. അതിന് പകരം നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള സ്നേഹം, സമാധാനം, സന്തോഷം, അതായത് പീസ്, ലവ്, ജോയ് എന്നുള്ള ഇമോഷൻസൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫിസിയോളജിക്കൽ പാറ്റേൺസ്, രോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യും. തിരിച്ചാണെങ്കിൽ നല്ലതും. ഓക്കെ. അപ്പോൾ സ്പിരിച്വാലിറ്റി പറയുന്നത് ശരിക്കും ഡെസ്റ്റിനി, സയൻസ് പറയുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. രണ്ടും ഒരുമിച്ച്, അതായത് ഒരേ കാര്യത്തിലേക്കാണ് ഇത് രണ്ടും വിരൽ ചൂണ്ടുന്നത് എന്ന് മാത്രം. അതായത് വാട്ട് യു റിപ്പീറ്റഡ്ലി ടെൽ യുവർ സെൽഫ് ബിക്കംസ് യുവർ ഇൻറ്റേർണൽ റിയാലിറ്റി. അതായത് ആവർത്തിച്ച് എന്താണോ നിങ്ങളോട് തന്നെ പറയുന്നത് അത് സത്യമായിട്ട് മാറുകയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ദുഃഖമാണ് ഉള്ളതെങ്കിൽ ഞാൻ സൂപ്പറാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫേക്ക് ആയിട്ടുള്ളൊരു സേഫ്റ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതായത് ഞാൻ ലേൺ ചെയ്യുന്നു, ഞാൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളുടെ ബ്രെയിനോട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. ഇപ്പം ഞാൻ യൂസ്ലെസ് ആണ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാൻ സാധിക്കുമല്ലോ. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ ലേണിംഗ് ചെയ്യുന്നു, ഞാൻ പഠിക്കുന്നു, ജീവിതം എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ ഞാൻ ഈ ഒരു സ്ട്രഗിളിൽ നിന്ന് പുറത്തു വരും, അത് നിങ്ങൾക്ക് പറയാമല്ലോ. അതുപോലെ തന്നെ ഇമോഷൻസ് ഒന്നും സപ്രസ് ചെയ്യാൻ പാടില്ല. ഓരോ ഇമോഷൻസ്, നമുക്ക് എന്ത് ഇമോഷൻസാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുമ്പോൾ തന്നെ, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം വരുമ്പോൾ തന്നെ ആ ഇമോഷൻസിനെ നേരായ രീതിയിൽ ചാനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വിടാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ. അപ്പോൾ സ്പീക്ക് ടു യുവർ സെൽഫ്. അതായത് നിങ്ങളോട് തന്നെ നിങ്ങൾ നല്ല വാക്കുകൾ സ്നേഹത്തോടെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ പറയാലോ. അതിന് വേറൊരാളെ നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വാക്കുകളെ കേൾക്കുന്നു, നിങ്ങളുടെ തോട്ട്സ് അതിനെ കെമിസ്ട്രി ആക്കുന്നു. പറഞ്ഞ് മനസ്സിലായല്ലോ. അതായത് കെമിസ്ട്രി ആക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തോട്ട്സിൻ്റെ എന്ത് തോട്ട്സ് ആണോ അതിനനുസരിച്ചാണ് ഹോർമോൺസ്, അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് അതൊക്കെ അതിനെ ബയോളജി ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റം തന്നെ സൃഷ്ടിക്കാനായിട്ട് നമ്മുടെ ഇമോഷൻസിന് സാധിക്കും. ആ ഇമോഷൻസ് എന്ത് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഒരാളോട് വെറുക്കുന്നതിന് പകരം ആളോട് നമുക്ക് ക്ഷമ കാണിക്കാം, അല്ലേ? ഒരാളോട് ദേഷ്യപ്പെടുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു സേഫ് പ്ലേസ് ഉണ്ടാക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു സേഫ് പ്ലേസ് ഉണ്ടാക്കുക. അത് തന്നെയാണ് ശരിക്കും റിയൽ മെഡിസിൻ എന്ന് പറയുന്നതും. ഓക്കെ. അപ്പോൾ കൂടുതൽ ഇങ്ങനെ ഇമോഷൻസിനെ കുറിച്ച്, എങ്ങനെ നെഗറ്റീവ് ഇമോഷൻസിനെ പോസിറ്റീവ് ഇമോഷൻസാക്കി മാറ്റാൻ സാധിക്കും, എങ്ങനെയാണ് ഒരു ബെറ്റർ വെർഷൻ ഓഫ് യുവർ സെൽഫ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 15 വയസ്സ് മുതൽ
അത്യാവശ്യം കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏത് പ്രായത്തിലുള്ള ഏത് വ്യക്തിക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.